ഈ ബൈബിൾ സ്റ്റഡിയുടെ 5-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളയുന്ന സമയം വരെയുള്ള കാലത്ത് ദൈവം യേശുവിനെ അയച്ചത് യഹൂദ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആളുകളിലേക്ക് മാത്രമാണ്. കനാന്യ സ്ത്രീ ആ കൂട്ടത്തിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അല്പം ക്രൂരമെന്ന് തോന്നുന്ന വിധത്തിലുള്ള മറുപടി കർത്താവ് അവളോട് പറയുന്നത്. ഈ സ്ത്രീ കർത്താവിന്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, നീ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പം വിട്ടുകൾ ഞങ്ങൾ പോവുകയല്ല ചെയ്തത്. കർത്താവും ശിഷ്യന്മാരും പോകുമ്പോൾ പുറകെ നിലവിളിച്ചുകൊണ്ടേ വരികയാണ്. കർത്താവേ കരുണ തോന്നണമേ, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ ഈ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ മിശിഹ എന്ന സങ്കല്പത്തെ കുറിച്ച് പോലും ഇവൾക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് വേണം ഊഹിക്കാൻ. അപ്പോൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ അല്ലിവള്. കനാന്യ സ്ത്രീ ആണെങ്കിലും നല്ല അറിവുള്ളവരാണ്, യഹൂദന്മാരുടെ മതത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. അങ്ങനെ ശരിയായ പരിജ്ഞാനമുള്ള ഈ സ്ത്രീ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വരികയാണ്. ശിഷ്യന്മാർക്ക് ഇവളുടെ ഈ ഉപദ്രവം കാരണം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. സ്വസ്ഥമായിട്ട് നിൽക്കാൻ മേല ഇവള് പുറകെ കിടന്ന് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഈ സ്ത്രീയെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം, ഇവളെ പറഞ്ഞയക്കണം. സഹായിക്കണം എന്നുള്ളതിനേക്കാൾ ഇവളെ ഒന്ന് പറഞ്ഞയക്കണം, ഒന്ന് രക്ഷിച്ചു തരണം, ഇവളുടെ ഉപദ്രവം ഒന്ന് ഒഴിവാക്കി തരണം. ഇതാണ് ശിഷ്യന്മാര് പറയുന്നത്. എന്നാലേ കർത്താവിന് ആ രൂപത്തിലല്ല അതിനെ കാണാൻ കഴിയുക. ഉപദ്രവം ഒഴിവാക്കുക എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തു വിടാൻ പറ്റത്തില്ല. കാരണം കർത്താവിനെ നിയമപ്രകാരം ചട്ടപ്രകാരമൊക്കെ ചെയ്യാൻ പറ്റൂ. കർത്താവിനെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തിരഞ്ഞു നടക്കുന്ന യേശുവിന് ഇസ്രായേലുമായി ബന്ധമില്ലാത്തതെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഈ സ്ത്രീയെ സഹായിക്കാൻ പറ്റില്ല. അതാണ് കർത്താവ് പറയുന്നത്. അതിനെ അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പറയുന്നത് ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നത് ഈ സ്ത്രീയും കേൾക്കാനിടയായി എന്ന് ഓർക്കണം. ഏതായാലും സ്ത്രീ അടുത്ത് വന്നിട്ട്, എന്നാൽ അവൾ വന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു, അവനെ നമസ്കരിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറുപടി പറയാൻ വേണ്ടി കർത്താവ് ഒന്ന് നിന്ന് കാണും. സാധാരണഗതി കർത്താവ് ഇങ്ങനെ നടന്നു പോകുന്നു, ശിഷ്യന്മാർ പിന്നാലെ വരുന്നു, ഏറ്റവും പുറകിലായിട്ട് ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അതാണ് സാഹചര്യം. എന്നാലേ ശിഷ്യന്മാർ ഈ കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് മറുപടി പറയാൻ വേണ്ടി ഒന്ന് നിന്നു, തിരിഞ്ഞു നിന്നിട്ട് മറുപടി പറഞ്ഞു കാണും. അങ്ങനെ ഇവർ നിന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും ഇവരോടൊപ്പം എത്തി. എന്നിട്ട് കർത്താവിനെ വന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. വാസ്തവത്തിലെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ശരി, നിന്റെ പ്രാർത്ഥന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. കർത്താവ് വീണ്ടും അവിടെ അല്പം ക്രൂരമായ മറുപടിയാണ് പറയുന്നത്. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോഴ് കർത്താവ് അതിനൊരു മറുപടി പറയുന്നത്, നീ എന്നോട് പറയുന്നു നിന്നെ ഞാൻ സഹായിക്കണമെന്ന്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. അത് എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു, അതെടുത്ത് ഉടനെ പട്ടിക്കിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ സ്വന്തം മക്കൾക്ക് കൊടുക്കും. അവരെ തിന്ന് ശേഷിപ്പിച്ചാൽ നായ്ക്കുട്ടികൾക്ക് കൊടുക്കും. കർത്താവ് പറയാണ്, എന്റെ മക്കൾക്ക് ഇതുവരെ തൃപ്തി വന്നിട്ടില്ലല്ലോ, അവർക്ക് കൊടുത്ത് തീർന്നിട്ടില്ലല്ലോ, ആദ്യം ഞാൻ അവർക്ക് കൊടുക്കട്ടെ, അത് കഴിഞ്ഞ് മിച്ചമുണ്ടേ നായ്ക്കുട്ടിയുടെ കാര്യം പരിഗണിക്കാം. വാസ്തവത്തില് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഒരാള് ഇങ്ങനൊരു മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നാം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കിത് വളരെ ക്രൂരമായ മറുപടിയാണ് എന്ന് തോന്നുമെങ്കിലും ദൈവീക നീതിയുടെ ആ കാഴ്ചപ്പാടിലൂടെ നോക്കി കഴിയുമ്പോൾ ഇത് സത്യമാണ്. ഭംഗിവാക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവനീതി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തെരഞ്ഞു രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർത്താവിന് കഴിയുന്നതല്ല. പിന്നെ ഭംഗിവാക്കായിട്ട് വേണമെങ്കിൽ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടാവുന്നതാണ്. പക്ഷെ കർത്താവ് ആരെയും അങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞ് ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ചതിയനല്ല. പറയാനുള്ളത് നേരെ പറയാനുള്ള ധൈര്യം കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്കല്ലാതെ ഞാനിപ്പോൾ നായ്ക്കുട്ടികൾക്ക് പുറജാതികൾക്ക് ഇത് കൊടുക്കുകയില്ല എന്ന്. പക്ഷേ കർത്താവിന് വേണമെങ്കിൽ അത് മധുരമായി പറയാമായിരുന്നില്ലേ?
ഇസ്രായേൽ ജനത്തിന് മാത്രമേ സൗഖ്യം നൽകി കൊടുക്കാവൂ എന്നാണ് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇസ്രായേൽക്കാരി അല്ലല്ലോ, അതുകൊണ്ട് നിന്റെ മകൾക്ക് ഇപ്പോൾ സൗഖ്യം വരുത്തി തരുവാൻ എനിക്ക് പറ്റുന്നതല്ല എന്ന് മധുരമായിട്ട് ആ സ്ത്രീയോട് പറയാമായിരുന്നില്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പക്ഷെ കർത്താവ് അല്പം ക്രൂരമായി ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ വാക്ക് കേട്ടിട്ട് ഇവൾ പിണങ്ങിപ്പോയിരുന്നു എങ്കിൽ ഇവളുടെ മകൾക്ക് സൗഖ്യം വരികയില്ലായിരുന്നു. കർത്താവ് അവളെ വാസ്തവത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു വാക്ക് അവിടെ പറയത്തില്ല. ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന്. വാസ്തവത്തിൽ ഇവൾ അത്ര വലിയ വിശ്വാസക്കാരിയൊന്നും അല്ലെങ്കിൽ അത്ര ആകാംക്ഷയോടെ കിട്ടിയേ മതിയാകൂ എന്നുള്ളതായ ആർത്തിയോടെ വന്നവളൊന്നും അല്ല എങ്കിൽ ഇതുപോലൊരു വാചകമൊക്കെ കേൾക്കുമ്പോൾ പോകും. നമ്മളിപ്പോ അത്യാവശ്യത്തിന് ഒരാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു 100 രൂപ വേണം, എന്റെ കാശുള്ള എന്റെ ആവശ്യത്തിനാണ്, നിനക്ക് തരാനല്ല എന്ന് പറഞ്ഞാല് ഉടനെ നമ്മളാ എന്നാ വേണ്ടാന്നും പറഞ്ഞങ്ങ് പോകുന്നെങ്കിൽ അത്രയ്ക്കുള്ള ആവശ്യമൊക്കെ നമുക്കുള്ളൂ. എന്നാൽ ഇപ്പോ ആ 100 രൂപ കിട്ടിയില്ലെങ്കിൽ തന്റെ ജീവന് തന്നെ ആപത്ത് വരും, അല്ലെ തനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ആപത്ത് വരും, ഇത് കിട്ടാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല എങ്കിൽ ഇനി ആ മനുഷ്യൻ ചീത്ത വിളിച്ചാൽ പോലും നമ്മൾ അതൊക്കെ സഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് 100 രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയും. ആട്ടി ഓടിച്ചാലോ ചവിട്ടി ഓടിച്ചാലോ പോവുകയില്ല. അങ്ങനെ നിന്ന് കരയുമ്പോഴാണ് അത് കിട്ടുക. പല ഭിക്ഷക്കാരെ നമ്മളെ പോടാന്ന് പറഞ്ഞാലും പോകത്തില്ല, കാശ് കൊടുക്കാതെ പോകത്തില്ല. അത് അവരുടെ ഒരു അടവാണ്. എന്നാൽ പോലും അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചവൻ പോകും എന്ന് പറയുന്നത് പോലെയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന് കർത്താവ് അല്പം ക്രൂരമായിട്ട് തന്നെ ഇവളോട് പറയുകയാണ്. സാധാരണഗതിയിൽ അവള് ആ ഒറ്റ വാക്കേൽ എന്നാ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ളത് ഇല്ലേലും വേണ്ടില്ല, ഞാൻ എന്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ അവള് പോയില്ല. സമർത്ഥമായ ഒരു മറുപടിയാണ് അവൾ അതിന് പറയുന്നത്. അതിന് അവൾ അതേ കർത്താവേ, അപ്പൊ അതേ കർത്താവിനെ കോൺട്രാഡിക്റ്റ് ചെയ്യല്ല. കർത്താവെ, നീ പറഞ്ഞത് ശരിയാണ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇവള് പറയുന്ന ആ മറുപടിയുടെ ആ പ്രാധാന്യം നമ്മൾ നോക്കണം. കർത്താവ് പറഞ്ഞു, ഞാന് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല. നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഒരു വീട്ടില് മേശയ്ക്ക് ചുറ്റും മക്കൾ ഇരിക്കുകയാണ്. പിതാവ് അല്ലെങ്കിൽ മാതാവ് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, അവര് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 5ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.